എരിവും മധുരവും പുളി എല്ലാം ചേരുന്ന ഒരു രുചിയാണ് ഇതിന്. ഇതാണ് നാരങ്ങക്കറി. അപ്പോൾ നമുക്ക് നാരങ്ങക്കറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. ആദ്യം ചട്ടി ചൂടാക്കാൻ വെച്ചു, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. എന്നിട്ട് വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കാന്താരി ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം. കാന്താരിക്ക് പകരം പച്ചമുളകും യൂസ് ചെയ്യാം. ഇതൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടി, മുളക് പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് തീ കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ കാശ്മീർ റെഡ് ചില്ലി പൗഡറും നോർമൽ റെഡ് ചില്ലി പൗഡർ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ച് വന്ന ഈ ഒരു പുളിവെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക. പിന്നീട് ഈ വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ജാഗ്രി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി എരിവും പുളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മധുരത്തിനനുസരിച്ച് ജാഗ്രി പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റിൽ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങക്കറി റെഡിയാണ്. സദ്യ വിളമ്പുന്ന സമയത്ത് സൈഡിൽ ഈ ഒരു ഡിഷും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. കാരണം അത്രയ്ക്കും രുചിയാണ്. ട്രൈ ചെയ്ത് നോക്കുക.